ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, ഏറെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ഈ ആദർശ സമ്മേളനം അല്ലാഹുവിൻ്റെ വഹദാനിയത്ത് പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, എം ടിയും മമ്പാട്ടുകാരനും ഓൺലൈനിൽ ഈ സമ്മേളനം ഒരുപക്ഷെ വീക്ഷിക്കുന്നുണ്ടാകും. പ്രഭാഷണത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒഴിവാക്കി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു വേള ആലോചിക്കുന്നുമുണ്ടാകും. നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കാസർഗോഡ് ജില്ലയിലെ അങ്കടിമുഖറിലെ ഈ സമ്മേളനം, ഈ ഖണ്ഡനം എന്നും ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന എന്നും ആളുകൾക്ക് വെളിച്ചമാകട്ടെ, ഉദ്ബോധനമാകട്ടെ, ശിർക്കിൽ നിന്ന് മോചനം ലഭിക്കുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്കടിമുഖറിൽ ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ സ്വതന്ത്രമായ ഒരു പ്രബോധനം, ക്ലിപ്പില്ലാതെ, നാട്യങ്ങളില്ലാതെ, അഭിനയങ്ങളില്ലാതെ, ആയത്തുകൾ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, ചരിത്രം കൊണ്ട് എല്ലാം ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം. പക്ഷേ കൊള്ളേണ്ട ഇടങ്ങളിൽ അതിശക്തമായി കൊണ്ടു ആ പ്രഭാഷണം അങ്കടിമുഖറിൻ്റെ ജാഹ്ലിയത്തിൻ്റെ തലക്കേറ്റ പ്രഹരമായിരുന്നു. ശിർക്കിൻ്റെ കോട്ടക്കൊത്തലങ്ങൾ തകർന്നു വീഴുന്നതായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം കിട്ടുന്ന ഒന്നായിരുന്നു. യൗകുലുന അംവാലന്നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. 9-ാം അധ്യായം 34-ാമത്തെ വചനം. അന്യായമായി ജനങ്ങളുടെ ധനം തിന്ന പൗരോഹിത്യം, മുസ്ലിയാക്കന്മാർ, മൗലവിമാർ, മഠാധിപതികൾ, പള്ളിയിലച്ചന്മാർ, അല്ല പറയാൻ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിക്കുന്നു. അങ്ങനെ തെറ്റിച്ചാലല്ലാതെ അന്യായമായി വിഴുങ്ങാൻ കഴിയില്ലെന്ന് നാഥൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാനിവിടെ സുദീർഘമായി പ്രസംഗിക്കേണ്ടതില്ല. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത്, ആദരണീയനായ, ഈ രംഗത്ത് സജീവ സാന്നിധ്യമായ, തെളിവുദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത്, എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതകളിൽ ഞാൻ സ്നേഹിക്കുന്ന മൂസ സ്വലാഹി എൻ്റെ ശേഷം ഇവിടെ സംസാരിക്കും. 2 സമസ്തയിലെ AP വിഭാഗത്തിൻ്റെയും EK വിഭാഗത്തിൻ്റെയും അവർക്കേറെ ഇഷ്ടമുള്ള 2 ആളുകൾ ഇവിടെ വന്നു, അങ്കടിമുഖറിൽ വന്നു. അവിടെ വിശുദ്ധ ഖുർആൻ
പറഞ്ഞതിന് വിരുദ്ധമായ ആശയങ്ങൾ അവതരിപ്പിച്ചു. വ്യക്തിപരമായി മമ്പാട്ടുകാരൻ അവനതാവാനേ കഴിയൂ. അതിനപ്പുറത്താകാനുള്ള ഭാഗ്യം പരമ്പരാഗതമായി പൈതൃകമായി കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവൻ എൻ്റെ ബാപ്പാനെ പലവരു പറഞ്ഞു. വ്യക്തിപരമായി എൻ്റെ ബാപ്പാനെ പറഞ്ഞു, നിന്റെ ഉമ്മയല്ല എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാനെയും ബാപ്പാനെയും പറയാൻ വേണ്ടി ഒരുത്തനെ മണിക്കൂർ കൊണ്ടുവരേണ്ട ആവശ്യം ഏതെങ്കിലും ഒരു സംഘടന കണ്ടോ? പിന്നെ പഠിച്ചതേ പാടൂ. സ്വന്തം മാതാപിതാക്കളെ ജീവിതത്തിൽ ആദരിച്ച് പഠിച്ചിട്ടില്ലാത്തവർക്ക് അവരെൻ്റെ വാപ്പാനെ ചീത്ത പറയാൻ സുഖമാണ്, ഒരു ദുഃഖം ഉണ്ടാവില്ല. കാരണം സ്വന്തം മാതാപിതാക്കൾക്ക് പുല്ലുവില കൽപ്പിക്കാത്തവന് അങ്ങനെ സാധിക്കൂ എന്ന് ഹബീബുന ഷഫീയുന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. സാരല്ല, നമുക്ക് ചില വിഷയങ്ങൾ ഞാൻ ആദ്യമായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്. നമ്മുടെ ദേവത്ത് അമ്പിയാക്കളുടെ പാതയിലായിരിക്കണം. ഞാനിന്ന് പറയുന്ന കാര്യം, ഈ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നാം ഗൗരവമായി കാണേണ്ടതാണ്. അനന്ത പരകോടി ജീവജാലങ്ങളുള്ള ഈ പ്രപഞ്ചം, കോടാനുകോടി മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മണ്ണോട് മണ്ണ് ചേരും. എല്ലാവരും ആരും അതിൽ നിന്ന് വ്യത്യാസമല്ല. അല്ലാഹ് പറയുന്നത്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. 56-ാം അധ്യായം 60-ാമത്തെ വചനമാണ്. എല്ലാവരും മരണത്തിന് വിധേയമാകും. മുജാഹിദും സുന്നിയും ജമാഅത്തും തബ്ലീഗും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാം. പിന്നെ ലോകം അവസാനിക്കുമ്പോൾ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. 55-ാം അധ്യായം 26-27 വചനങ്ങൾ. ലോകമെല്ലാം തകരും, അള്ളാഹുവിൻ്റെ അസ്തിത്വം മാത്രം അവശേഷിക്കും. അങ്ങനെയുള്ള അവസ്ഥകൾ വരാനിരിക്കുന്നു. നാം എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല. നമ്മുടെ ലക്ഷ്യം ദഅവത്താണ്. കാരണം മനുഷ്യനെ, ജിന്നുവർഗത്തെ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ. അല്ലാഹ് പറയാണ് ദാരിയാത്ത് അദ്ദാരിയാത്ത് 56-57 വചനം. മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാനാണ്. അദ്വാ ഹുവൽ ഇബാദ, അദ്വാ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ക്ലാരിറ്റി വരുത്തിയാൽ, റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്ന ഉത്തമമായ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. അഥവാ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും കാതലായത് അവൻ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഈസാ നബിയോട് പ്രാർത്ഥിച്ചവൻ ഈസാ നബിയെ ഇലാഹാക്കി. അതെ, ഒരു നബിയെ വിളിച്ചവൻ കാര്യകാരണ ബന്ധത്തിനതീതമായി അഭൗതികമായി ഒരു ഔലിയെ വിളിച്ചവൻ അവൻ ആ ഔലിയെ ഇലാഹാക്കി. ആണെന്നവൻ വിശ്വസിക്കുകയേ വേണ്ട. ഇലാഹാണെന്ന് അവൻ വിശ്വസിക്കാതെ വിളിച്ചാലും, ഇലാഹിന് നൽകേണ്ട സ്ഥാനം നൽകിയാലും അവിടെ ഉലൂഹിയത്ത് വന്നു, അവിടെ അതിനെ ആരാധിക്കൽ വന്നു. ശ്രീരാമനോട്, ശ്രീകൃഷ്ണനോട്, അതുപോലെ യേശുക്രിസ്തുവിനോട്, കന്യാമറിയമിനോട് നമുക്കാർക്കും പ്രത്യേകിച്ച് വിരോധമുണ്ടാകേണ്ടതില്ല. പക്ഷേ സൃഷ്ടിച്ച നാഥനെ മറന്ന്, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ മറന്ന്, അവൻ നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് അവനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം സൃഷ്ടികളോട് നന്ദി കാണിച്ച് ജീവിക്കുന്നവർ ഈ മണ്ണിലുണ്ട്. വൈദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഉണ്ടല്ലോ, എല്ലാ സക്കാഫിമാരെയും മറക്കുക.
എല്ലാ ദാരിമിമാരെയും മറക്കുക. നമ്മുടെ ഖബറിൽ നമ്മൾ ഒറ്റക്കാകുന്ന ദിനത്തെ ഗൗരവമായി ഓർക്കുക. അതെന്താ ഇവിടെ പറയണേ? നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് നൽകി, നന്ദി കാണിച്ചാൽ ഞാൻ അധികരിപ്പിച്ച് തരും, നന്ദികേട് കാണിച്ചാലോ കഠിനമായി ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ കാര്യം ഇവിടെ ഒരു പരിപാടി നടന്നു, അതിന് ജനാധിപത്യപരമായി ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിച്ച് ആചരിച്ച് പ്രബോധനം ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഓരോ പൗരനിലും നിക്ഷിപ്തമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന, ദി പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് നൽകുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുകൊണ്ട് ഇവിടെ സമസ്തയും ഇവിടുത്തെ 2 സമസ്തയും ഒന്നിച്ച് മറുപടി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒറ്റക്ക് മറുപടി പറയാൻ ത്രാണിയില്ലാത്തത് കൊണ്ട്, താക്കത്തില്ലാത്തത് കൊണ്ട്, ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട്. ഇനി നമ്മൾ ഒന്നിക്കണം, അല്ലെങ്കിൽ സമസ്ത ഒലിച്ചു പോകും. യുവാക്കളും യുവതികളും ജനങ്ങളും മുജാഹിദുകൾ ആയത്തുദ്ധരിക്കുന്നു, ഹദീസ് ഉദ്ധരിക്കുന്നു, അത് കേട്ട് ജനങ്ങൾ വിലയിരുത്തുന്നു, അവരവരുടെ മൊബൈൽ നോക്കുന്നു, അവർ പഠിക്കുന്നു. അത് പേടിയാ. പണ്ട് മക്കയിലെ മുശ്രിക്കുകൾക്കും അത് പേടിയായിരുന്നു, ദുഃഖമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എക്കാലഘട്ടത്തിലും അങ്ങനെയാണ്. സത്യനിഷേധികള് ഖുർആൻ ഓതുന്നത് കേൾക്കരുത്. സത്യനിഷേധികള് ശരിക്കും ചിന്തിക്കണം. നിങ്ങൾ ഖുർആൻ കേൾക്കരുത്, കൂക്കിക്കോളി, ബഹളം ഉണ്ടാക്കിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം. അടിവരയിടണം, അടിവരയിടണം. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് ആമീൻ സജദ 26-ാമത്തെ വചനം എന്താ പറയുന്നത്? വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. ഖുർആൻ ഓതുന്നത് നിങ്ങൾ കേൾക്കരുത്. അന്ന് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞതറിയോ? ഖുർആൻ ഓതിയാ തോറ്റുപോകും നമ്മള്. ഖുർആനിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് മട്ടന്നൂരിൽ ഞാൻ പറഞ്ഞത്. വാ, കൊണ്ടുവാ, എഴുതിയിട്ട് ഖുർആനിന് തുല്യമായ ഒരു വചനം എഴുതി കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചത് ആ ആർജവം കൊണ്ടാണ്. അതെ, അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ തോൽക്കാത്ത പ്രത്യേക ശാസ്ത്രങ്ങളില്ല. മുജാഹിദുകളെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. എന്തുകൊണ്ട്? തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം വഴി തെറ്റൂല എന്ന് പറയുന്നത് പുരോഹിതന്മാരല്ല, മദ്ഹബിന്റെ ഇമാമിങ്ങളല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേരളത്തിലെ കെ മൗലവിയോ വക്കം മൗലവിയോ അല്ല. ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഈ വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. എന്റെ നാഥനിലേക്ക് ഞാൻ യാത്ര പോവുകയാണ്. അതുകൊണ്ട് സ്വഹാബത്തെ, അതുകൊണ്ട് ലോകമേ, തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. 2 കാര്യങ്ങൾ മക്ക വിട്ടേച്ചു പോകുന്നു എന്നല്ല, മദീന വിട്ടേച്ചു പോകുന്നു എന്നല്ല, മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ചിന്തക്കനുസരിച്ച് ആശയങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കും വിളിക്കാൻ അല്ലാഹ് പറഞ്ഞത്. തീർന്നില്ല, നബിയെ ലോകത്തോട് പറയണം, നിങ്ങൾക്ക് നിങ്ങൾക്ക് മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അല്ലാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. എന്നല്ല പറയുകയാണ്. എന്താ പറയുന്നത്? ഖുർആനിലെ 4-ാം അധ്യായം 59 പറയുന്നത് മദ്ഹബിന്റെ ഇമാമിങ്ങളിലേക്ക് മടക്കാനല്ല, അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് മടക്കാൻ. അപ്പൊ ചോദ്യമുണ്ട്, അതെങ്ങനെ നമുക്ക് മനസ്സിലാകും? നേരെ ചൊവ്വേ ഇസ്ലാമിന്റെ പാത തറക്തു ഫീകും അംറൈനി പറഞ്ഞ കൂട്ടത്തിൽ തറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായ പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തോട് ഇവിടെ പറയുന്നത്. ഇല്ല, ലോകം അവസാനിക്കുന്നവരെ
ഇസ്ലാമിൽ തെല്ലും സംശയങ്ങളില്ല. സൂചി പോലെ രാത്രിയുടെ ഇരുട്ടുണ്ടല്ലോ, ആ ഇരുട്ട് പകലിന്റെ വെളിച്ചം പോലെ രാത്രി പ്രശോഭിതമാണ്. ഇസ്ലാം അവ്യക്തതകളില്ല, സുവ്യക്തമായ പടവുകളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് എന്ന് നബിയുന ഷഫീയുന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയാൻ, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ ഖീല വമൻ അബാ യാ റസൂലല്ലാഹ് വമൻ അതാഅനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പോകും. എങ്ങനെ പോകും? സ്വർഗത്ത് പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. മൻ, അപ്പൊ അവർ ചോദിച്ചു, ഖീല വമൻ, റസൂലേ ആരാണ് ആ വിസമ്മതിച്ചവർ? റസൂൽ പറഞ്ഞു, വമൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ അവർ സ്വർഗത്തിൽ പോകും. എന്നോട് അനുസരണ കേട് കാണിച്ചവർ തീർച്ചയായും അവരാണ് നരകത്തിന്റെ അവകാശികൾ. വനോക്കു വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖീറതു മിൻ അംരി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഖുൽ, പറയണേ നബിയേ, എന്ത് പറയണം? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിയൂനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ജുനുബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. 33-ാം അധ്യായം 36-ാമത്തെ വചനം, 3-ാം അധ്യായം 31-ാമത്തെ വചനം. അല്ലാഹുവും റസൂലും പറഞ്ഞാൽ അതിനപ്പുറത്ത് പോകാത്തവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവഹുമാ. വല്ലാത്തൊരു ആശയമാണ് ലോകഗുരു പറയുന്നത്, പ്രവാചക തിരുമേനി പറയുന്നത്. ഒരാൾക്ക് 3 കാര്യത്തിൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നു. അന്ന് എന്താണ്? ആദ്യത്തേത് എന്താണ്? അല്ലാഹുവും റസൂലുമാണ് അയാൾക്കേറെ പ്രിയങ്കരം. ഉമർ ബിൻ ഖത്താബിനേക്കാൾ, അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? തിരുദൂതനാണ്. തിരുദൂതൻ കൊടുത്ത ബാങ്ക് 1 ആണെങ്കിൽ, തിരുദൂതൻ നിസ്കരിച്ചത് 11 ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതൊരാൾ അനുധാവനം ചെയ്യാൻ തീരുമാനിച്ചാൽ അയാൾ എങ്ങനെ കുറ്റക്കാരനാകും? ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, തെളിവുകൾ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എവിടെ നിങ്ങളുടെ കയ്യിൽ തെളിവ്? Bring the evidence. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം, സത്യത്തോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ തഖ്വയുടെ മാനദണ്ഡം, നിങ്ങൾക്ക് തഖ്വയുണ്ട് എന്നതിന്റെ അടയാളം നിങ്ങൾ സത്യപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നു കൊണ്ടുവന്നുവോ അത് സ്വീകരിക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ എന്തൊന്നു ഉപേക്ഷിച്ചുവോ അത് ഉപേക്ഷിക്കാൻ. 59-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. ദഅൂനി മാ തറക്തുകും മിന്നമാ അഖ്ലകം മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫുഹും അൻ അംബിയാഇഹിം വഇദാ നഹൈതുകും അൻ ശൈഇൻ ഫജ്തനിബൂഹു വഇദാ അമർതുകും ബിഅംരിൻ ഫൗതു ബിഹി മസ്തതതും. ഞാൻ ഉപേക്ഷിച്ചതായ ഒന്നുകൊണ്ട് നിങ്ങൾ എന്നെ ഉപേക്ഷിക്കണം. അധികരിച്ച ചോദ്യങ്ങൾ ചോദിക്കരുത്. കസ്റത്ത് സുവാൽ ലോകത്തെ നശിപ്പിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തെ ഛിന്ന ഭിന്നമാക്കിയതിൽ കസ്റത്ത് സുവാൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജിന്ന് അങ്ങനെ ചെയ്യില്ലേ, ജിന്ന് ഇങ്ങനെ ചെയ്യില്ലേ, മരുഭൂമിയിലെ ജിന്ന് ഇങ്ങനെ ചെയ്യില്ലേ, മലക്കിനെ വിളിച്ചുകൂടെ? ആവശ്യമില്ലാത്ത ഉണ്ടാക്കിയ, പടച്ചുണ്ടാക്കിയ, ഏച്ചുകൂട്ടിയ ചോദ്യങ്ങൾ നമ്മളെ ഛിന്ന ഭിന്നമാക്കി. മുത്തുനബിയുടെ പ്രവചനമാണ്, അനാവശ്യമായ ചോദ്യങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിക്കണം എന്ന്. ഈ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാത്രം ഒരു ക്ലിപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ പോകണം. മക്കളത് ശ്രദ്ധിക്കണം. ഇനി ഇവിടെ നമ്മൾ ക്ലിപ്പിട്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. ഇന്നും ഉപകാരപ്പെടാതെ പോകില്ല. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകില്ല. അല്ലാഹു സാക്ഷി, ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരു ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് നിങ്ങളൊരു ക്ലിപ്പ് കേൾക്കുകയാണ്. നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിവരിക്കാം.
പോയിട്ട് തൗഹീദ് നാമാവശേഷമാകുന്ന ആശങ്ക എനിക്കില്ല. പക്ഷേ ഞാനൊരു കാര്യം പേടിക്കുന്നുണ്ട്. ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല, ഞാൻ ചില മനുഷ്യന്മാരെ പേടിക്കുന്നുണ്ട്. ഏതാണ് ആ മനുഷ്യര് എന്നറിയോ? പുട്ടിന് തേങ്ങടും പോലെ ആയത്തവരോതും. മുത്തുനബി പറഞ്ഞതാ മുസ്ലിമീങ്ങള്. എന്നാൽ ആയത്തങ്ങനെ ഓതി ഓതി അവസാനം അവൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവന്റെ അയൽവാസി നേരെ അവൻ ശിർക്ക് ആരോപിക്കുകയാണ്. സ്വദഖ്ത യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയൽവാസിയായ വിശ്വാസിക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന ഒരു കൗമ് ആയത്തവർ ഓതുന്നുണ്ട്, എന്നിട്ടവർ മുർത്തദ്ദാന്ന് പറഞ്ഞ് വാളെടുത്ത് കൊല്ലുന്നുണ്ട്. വല്ലാതെ മമ്പാട്ടുകാരന് വമ്പിച്ച സങ്കടം. എന്താ ആയത്തോതുന്ന്? ആയത്തോതിയിട്ട് എന്താ വിഷമം? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം. ഖുറാനിൻ്റെ വചനം ഉദ്ധരിച്ചപ്പോൾ അസ്വസ്ഥമായവർ മക്കയിലെ മുശ്രിക്കുകളാണ്, അന്നത്തെ ജൂതന്മാരാണ്, അന്നത്തെ ക്രിസ്ത്യാനികളാണ്. സത്യല്ലേ? അല്ലേ? ആയത്തോതുമ്പോൾ എന്താ ഇത്ര പ്രയാസം? പൊള്ളുകയാണ്, പാമ്പിൻ്റെ മേലെ മണ്ണെണ്ണ ഒഴിച്ച മാതിരി. കാരണം ജീവിതത്തിൽ സുന്നികൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്, 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്. മുജാഹിദുകളോ 100 കണക്കിന് ആയത്ത്. ആരാത് പറയണത്? സാക്ഷാൽ കാന്തപുരം. കാന്തപുരം ഉസ്താദിനേക്കാൾ വലുതായിട്ട് പടച്ചോനെ പോലും അവർക്ക് തോന്നിയിട്ടില്ല. ഇല്ല. നിങ്ങൾ എന്ത് നുണ പറഞ്ഞാലും നിങ്ങൾക്ക് പടപ്പുകളെ പോലെ പ്രിയങ്കരം പടച്ചോനായിട്ടില്ല. അത് തെളിയിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ഈ സ്റ്റേജ് ഞാൻ വിടും. നിങ്ങൾക്ക് റബ്ബിനേക്കാൾ, റബ്ബിന്റെ 10,000 ഇരട്ടി ഔലിയാക്കളാണ് നിങ്ങൾക്ക് വലുത് എന്ന് തെളിയിച്ചിട്ടേ ഇൻഷാ അല്ലാഹ് ഈ ഓഡിറ്റോറിയം വിടുള്ളൂ. എന്താ മുമ്പൊരു പ്രയാസം? ആയത്ത് തുരുതുരാ ഓതും, എന്നിട്ട് വിശ്വാസികൾക്ക് നേരെ അതോതും, അവരെ കാഫിറാക്കും. അതായിരുന്നു ഖവാരിജികളുടെ പണി. ആയിരുന്നു ഖവാരിജികൾ ഖുർആൻ ഓതി കുഫറില്ലാത്തവരുടെ മേൽ കുഫർ ആരോപിച്ചിരുന്നു. അത് ആരോപണമായിരുന്നു, യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമുണ്ടായിട്ടില്ല. എന്നാൽ ഇസ്ലാം ആരെ നന്നാക്കാനും ആയത്തെ ഓതിയിട്ടുള്ളൂ. ഇവരുടെ വാദപ്രകാരം ഒരായത്ത് ഓതാൻ പാടില്ല. കാരണം എന്താ? അത് മക്കയിൽ ഇറങ്ങിയതാണ്. മുസ്ലിയാർ കുട്ടികൾ പറയലെന്നറിയോ? അത് മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞ ശരി, മുക്കത്തെ മുസ്ലിമീങ്ങളോട് പറഞ്ഞ ഒരു വചനം ഖുർആനിലുണ്ടോ? എൻ്റെ പൊന്നുമുത്തേ, ഇവിടെ ഇരിക്കുന്ന ചക്കരകളെ, കാസർഗോഡ് അങ്കടി മുഖറിലെ ബഷീർ കള്ളുടിക്കരുത് എന്ന് ഖുർആനിലുണ്ടോ? ഇവിടുത്തെ ഒരു AP സുന്നി പള്ളിയിൽ ഒരു ഖുർആനായിട്ട് ഒരാൾ ചെന്ന് അങ്കടി മുഖറിലെ ആയിഷ വ്യഭിചരിക്കരുത് എന്നുള്ള ഒരായത്ത് എനിക്കൊന്ന് കാണിച്ചു തരൂ. ഉണ്ടാവോ? ഇല്ല. പിന്നെ ലോകത്ത് എവിടെ ജീവിക്കുന്നവന്റെ ശിർക്കും ഖുർആൻ ചർച്ച ചെയ്തിട്ടുണ്ട്. മക്കയിലും മദീനയിലെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളൂ. 114 അധ്യായം എവിടെയാ? ഫാത്തിഹ എവിടെയാ? ബക്കറ എവിടെയാ? ആലിമ്രാൻ എവിടെയാ? നിസാ എവിടെയാ? മായിദയും അൻആമും ആറാഫും അൻഫാലും തൗബയും യൂനുസും ഹൂദും എല്ലാം എവിടെയാ? യൂസുഫും അവിടെയാ, അതെ, റഅദും അവിടെയാ, ഹിജ്റും അവിടെയാ, ഇബ്രാഹിമും അവിടെയാ. ആ അധ്യായങ്ങളൊക്കെ അവിടെയാ. അതുകൊണ്ട് ഖുർആൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇറങ്ങി എല്ലാ ഓരോരുത്തരോടും സംസാരിക്കണോ? മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് മക്കയിലാണെങ്കിലും ആ ആയത്ത് നിന്നെ ബാധിക്കുന്നതാണ്. വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാ സബീല. ഈ ആയത്തിൽ ആരുടെയെങ്കിലും പേരുണ്ടോ? പ്രദേശമുണ്ടോ? നാടുണ്ടോ? മക്കയിലെ മനുഷ്യരെ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ 17 അധ്യായം 31 32 വചനം? അല്ല. പലിശ വാങ്ങരുതേ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, ദാ പലിശ നിരോധിച്ചു. അതേ ആയത്ത് തന്നെയാണ്. 2 അധ്യായം 278 ആയത്ത്. അത് തന്നെയാണ് നിങ്ങൾക്കും എനിക്കും ബാധകം. ഇനി നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് പോവുകയാണ്. അത് ഇതിനേക്കാൾ രസമാണ്. നിങ്ങൾ കേട്ടോളി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും.
38 48 എന്ന് പറഞ്ഞിരിക്കണേ എല്ലാ ആയത്തിനും പേര് തെറ്റിപ്പോണ്ടാണ് പേരും. സുന്നികള് 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ആകെ ഒരായത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വാതിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും. ഇനി ഇതിനേക്കാൾ വലിയൊരാൾ നിങ്ങൾക്കില്ലേലോ? മമ്പാട്ടുകാരൻ എന്തായാലും ഇല്ല. ഈ കേട്ട ശബ്ദത്തിന്റെ ഉടമയേക്കാൾ നിങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെ മുമ്പ് കാണുന്ന ദൈവമാണിത്, കൺകണ്ട ദൈവം. ഇൻഷാ അല്ലാ ഒരു മരണയാക്കുണ്ടല്ലോ, അത് കഴിഞ്ഞാലുള്ള പൂരം ഞാൻ പ്രവചിക്കുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വന്നാൽ ഞാൻ എഴുതി തരും എന്നതേ അവിടെ നടക്കൂ. ഭാവി പ്രവചിക്കല്ല, അവിടെ എന്താന്നുള്ളത് നല്ലോണം അറിയാവുന്നുണ്ട്. ഈ ഉസ്താദ് ഇപ്പൊ നിങ്ങൾ കേട്ട ഉസ്താദ് എന്താ പറഞ്ഞ്? 2 മണിക്കൂർ മുജാഹിദുകളോ ഓതിയാൽ ധാരാളം ആയത്തോതുന്ന് അപരാധമായിട്ടാ പറയണത്. പിന്നെ മഹത്തോ അത് ശൂന്യക്കാണ്. എന്താ മഹത്തോ? 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1 2 ബാക്കിയേതാ ഉസ്താദുമാരുടെ വാക്ക്, അതുപോലെ മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ വാക്ക്, പണ്ഡിതന്മാരുടെ വാക്ക്, സ്വാലിഹ്യങ്ങളുടെ വാക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഖുർആനിനേക്കാളും കാന്തപുരം പ്രാധാന്യം കൽപ്പിച്ച എന്തിനാ? ഈ ക്ലിപ്പിൽ എൻ്റെ ദുർവ്യാഖ്യാനമല്ല, കാന്തപുരം ഖുർആനിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത്, സുന്നത്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇമാമിങ്ങളുടെ വാക്ക്. ഞങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഖുർആനിനേക്കാളും അള്ളാഹിനേക്കാളും ഒക്കെ വലുത് മറ്റു പലരുമാണ്. അതുകൊണ്ടാണ് നന്ദി കെട്ട വർഗം എന്ന് നിങ്ങളെപ്പറ്റി ഒരു സങ്കോചവുമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഈ ഉള്ളവൻ നിങ്ങളെ വിളിച്ചത്. ഇനി ആലോചിക്കാൻ ഞാനൊരു കാര്യം പറയാം. ഈമാൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈബന്ധിച്ചേ പ്ലീസ്, ഒന്ന് കൈബന്ധിച്ചേ. ഈമാൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഈമാൻ ഉണ്ടാകണം, ഇല്ലേ? ഉണ്ട്. അല്ല പറയാണ് ഈമാൻ വർദ്ധിക്കാൻ എന്ത് വേണം? അള്ളാന്റെ ഖുർആനാട്ടോ, 8-ാം അധ്യായം. മമ്പാട്ടുകാരനും MTയും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വേർക്കുന്നുണ്ടാവും. ഭാര്യമാരോട് കർച്ചീപ്പ് കൊണ്ടുവരാമ്പളാ തുടച്ചാൽ മതി വേർപ്പ് കേട്ടോ. അള്ളാന്റെ ഗ്രന്ഥം 8-ാം അധ്യായം 2-ാമത്തെ വചനം. അതിലെന്താ പറയണറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, ശരിക്ക് വജിലത്ത് ഖുലൂബ് ഉണ്ടാകുക മുജാഹിദുകൾക്കാ, സമസ്തക്ക് ഉണ്ടാവില്ല. കാരണം എന്താ? അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെടുന്നില്ല. ഇവിടെ മമ്പാട്ടുകാരൻ വന്നു, പകരാശനി അള്ളാഹിനെ പറ്റി പറയാറില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ മമ്പാട്ടുകാരൻ അത് അംഗീകരിച്ചു. ശരിയാണ്, തെളിവ് ധരിക്കാൻ കഴിഞ്ഞില്ല, ബടായി പറഞ്ഞു പോയി. ഇവിടെ അള്ളാഹ് എന്താ പറയുന്നത്? 8-ാം അധ്യായം 2 ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അള്ളാഹിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലതു ഖുലൂബുഹും, ഹൃദയം. ഞാൻ ശരിക്കും കണ്ടതാണ്. എൻ്റെ ഉമ്മാൻ്റെ കുടുംബമൊക്കെ AP സുന്നികളായിരുന്നു, കാരന്തൂർ മർക്കസിൻ്റെ അടുത്തായിരുന്നു. അപ്പൊ അവര് ദർഗ പോയാല് ദർഗ പിടിച്ചിട്ട് കരയും. മഗ്‌രിബിന് പള്ളി കയറി നിസ്കരിച്ച മൂക്കിലൊക്കെ കൈയിട്ട് നിസ്കരിക്കാം. ഇങ്ങനെ മഗ്‌രിബിനെ പടച്ചോന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിന്ന് തെക്കടക്കൊക്കെ നോക്കി നിസ്കരിക്കുക. അതേ മനുഷ്യന്മാര് ഖബറിന്റെ അടുത്തെത്തിയാലോ കുയ്യാനന്റെ മാതിരി ഇങ്ങനെ പിറകോട്ട. എന്താ? ചന്തി ഇങ്ങോട്ടാക്കിയാൽ ദർഗക്ക് നേരെയായി. കാബന്റെ അടുത്ത് ഈ ചന്തിട്ട് ഒരക്കാം, ദർഗന്റെ അടുത്ത് ഒരക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ പറയല്ല, നല്ലോണം ചിന്തിക്കാൻ പറയാണ്. ഇവർക്ക് ഏറ്റവും വലുത് ദർഗയാണ്. മരിച്ചുപോയവരെ ആരാധിക്കുന്ന കൗമ്, ജീവിച്ചിരിക്കുന്ന സായിബാബയോ, മരിച്ചുപോയ സായിബാബ ജീവിച്ചിരുന്ന കാലത്തോ ഇനി അമൃതാനന്ദമയെ ജീവിക്കുന്ന കാലത്തോ ഇവർ കൊണ്ടെടുക്കും. മരിച്ചാലോ ഒരുപോലും കൊണ്ടെടുക്കണില്ല. സായിബാബയെ ഒരുപോലും കൊണ്ടെടുക്കണില്ല. ഇവരോ മരിച്ച് കിട്ടാൻ കാത്തിക്കുക. ഹയ്യുല്ലാ യമൂത്ത്, എന്നും ജീവിക്കുന്ന റബ്ബിനെ വിളിക്കാനാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞ്. നമ്മുടെ അബൂബക്കർ പറയുന്നത്
ജീവിച്ചിരിക്കുന്നവർ വേണ്ട, മരിച്ച് ഖബറിലെത്തിയ പിന്നെ തുടങ്ങിക്കോളി ഇബാദത്ത് എന്നാണ്. കഷ്ടം എന്നേ പറയാനുള്ളൂ. കഷ്ടം. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അൽ ഈമാനു യസീദു വയൻകുസു. ഈമാൻ കൂടും കുറയും. ഈമാൻ കൂട്ടാനുള്ള വഴി എന്താ? പെട്രോൾ കുറയും. പെട്രോൾ ഫുള്ളാകണം, ടാങ്ക് ഫുള്ളാകണോ? ആയത്തോതണമെന്നല്ല, ആയത്തോതില്ലെന്ന് ഖുറാഫി. ചിന്തിക്ക്. അടുത്ത ക്ലിപ്പ്. തഅലീമും തസ്കിയത്തും. തസ്കിയത്തിന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ തഅലീം. ആളുകളെ സംസ്കരിപ്പിക്കുക, ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക. മറ്റൊരായത്തിൽ പറഞ്ഞത് ആളുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കരിപ്പിക്കുക. പക്ഷേ ഇത് ഈ രണ്ട് ആയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറഞ്ഞെങ്കിലും ഈ 3-4 ആയത്തുകളിലും ആദ്യമായി എടുത്തു പറഞ്ഞത് യത്ലു അലൈഹിം ആയാതിഹി, ഖുർആനിന്റെ ആയത്തുകളെ ഓതി കേൾപ്പിക്കും, പാരായണം ചെയ്യുമെന്നാണ്. അപ്പൊ തഅലീമും തസ്കിയത്തും ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കണം. മമ്പാട്ടുകാരൻ ഇരിക്കുന്നിടത്ത് MT ദാരിമി ചെയ്ത പ്രസംഗമായത്. മമ്പാട്ടുകാരൻ എന്താ പറഞ്ഞ്? 100കണക്കിനായ തോതും. അത് ഖവാരിജികളുടെ പണിയാണ്. ഇവിടെ ഇയാൾ പറയണതോ, മമ്പാട്ടുകാരനോട് പറയണതോ, MT ദാരിമി പറയണതോ ആയത്തോതി കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു മുഖ്യ കർമ്മം പ്രവാചകന്റെ. ഉക്കാദയില്, ദുൽമജാസില്, മജന്നായില്, മക്കത്ത്, മദീനത്ത്, പ്രാന്തപ്രദേശത്ത്, തായിഫില്, വീട്ടില് എവിടെ ആയത്തോതിയതാണ്? ആയത്തോതി കേട്ടിട്ട് അവർ മാറിയത്. അലംയാനില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ. അത് കേട്ടിട്ടാണ് സ്വഹാബികള്, ത്വാബികള്, ബാക്കിയുള്ളവരൊക്കെ മാറിയത്. ഫുദൈൽ ഇബ്നു ഇയാദ് മാറിയത് ഈ ആയത്ത് കേട്ടിട്ടാണ്. അപ്പൊ എന്താ വേണ്ടത്? യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ ഓതിയിട്ട് അത് വിശദീകരിച്ചിട്ട്, വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 46 ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. താങ്കളിലേക്ക് ദിവ്യ വെളിപാടായി ഇറക്കപ്പെട്ട ഖുർആൻ അന്നാസിന്, ജനങ്ങൾക്ക് ഓതിക്കൊടുക്കണം. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ വിഭാഗത്തിനും, എല്ലാ വിഭാഗത്തിനും ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. ഇനി നമുക്ക് 2 ക്ലിപ്പ്, 2-3 ക്ലിപ്പ് MT ദാരിമിയുടേത് നമുക്കിടാം. ആ ക്ലിപ്പിൽ ചില കാര്യങ്ങൾ തമ്മിൽ തല്ലിക്കാൻ അമുസ്ലിങ്ങളെ, അവരുടെ പണ്ഡിതന്മാരെ വളരെ മോശമായി ഞാൻ ചിത്രീകരിച്ചു അങ്കടി മുഖറിൽ എന്നാ പറയണേ. അപ്പൊ ആ ഭാഗം ഞാൻ ഈ പറഞ്ഞ ആയത്തുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടേക്ക് ഈ ക്ലിപ്പ് കൊണ്ടുവരുന്നത്. MT ദാരിമി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത പ്രസംഗം, ആ പ്രസംഗത്തിൽ നിന്ന് ആശയം ഒട്ടും ചോർന്നു പോകാതെ ഇട്ട ക്ലിപ്പാണത്. അപ്പുറവും കേട്ടാൽ ഇതിനപ്പുറത്തൊരാശയമല്ല, അങ്ങനെ വ്യക്തമായ ആശയം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 3 ക്ലിപ്പുകൾ നമുക്ക് കേൾക്കാം. ഒന്നാമത്തേത്, ഇനി മൗലവി ഇവിടെ ചോദിക്കണുണ്ട്. എന്താ ചോദിക്കണത്? അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ടോ? ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹുവിന്റെ നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യത്തെയോ ലോകത്തിന്റെ തന്നെ സാഹചര്യത്തെയോ പരിഗണിക്കാതെ, ജനറലായിട്ടുള്ള നോളജ് തീരെ തൊട്ടു തീണ്ടാതെ, നമ്മുടെ സഹോദര സമുദായങ്ങളായ ഹിന്ദു മതവിഭാഗത്തിന്റെ അവരുടെ മതാചാര്യന്മാരെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനമുന്നയിക്കുന്നത്, അവരൊക്കെയും നരകത്തിൽ
എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായി ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നത് എന്ന പ്രസംഗത്തെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ദാരിമി മരണാനന്തര ജീവിതം പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനുള്ളതല്ല. ദാരിമി ഇഹലോകത്തിലെ സുഖകരമായ ജീവിതത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതം. അമുസ്ലിങ്ങളെ, അവരുടെ പണ്ഡിതന്മാരെ വളരെ മോശമായി നമ്മൾ അവിടെ എന്തോ ചെയ്തു. പ്രസംഗം കേട്ട ഓരോരുത്തർക്ക് പറയാം. ഹിന്ദുധർമ്മ പരിചയം കെ പരമേശ്വരൻ പിള്ള 21-ാം അധ്യായം, അന്ന് ഞാൻ വായിച്ച പുസ്തകത്തിൽ 148, ഇന്ന് 165, രണ്ടാമോ മൂന്നാമത്തെ എഡിഷനാണത്. നെറ്റ് കയറിയാ കിട്ടും. ആ പുസ്തകം ഉദ്ധരിച്ചു. ആദരപൂർവ്വം അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ കണ്ടന്റ് പറഞ്ഞു. അല്ലാതെ പിന്നെ മുമ്പ് പറയുന്നത് അവരൊക്കെ നരകത്തിലാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാ. വയാ ഖൗമി മാലി അദൂകുമിലൻ നജാത്ത് വതദൂനനി ഇലന്നാർ. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരിവിടെ ഉണ്ട്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കണം. ആരെ? സർവ മനുഷ്യരെയും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും. കാരണം ഖുർആൻ ഏതാ ഗ്രന്ഥം? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഹാദാ ബലാഉൻ ലിന്നാസ് വലിയുംദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്. 3 വചനം. 2-ാം അധ്യായം 185, 14-ാം അധ്യായം 1-ാമത്തെ വചനം. സഹോദര 14-ാം അധ്യായം 52-ാമത്തെ വചനം. ഈ 3 വചനങ്ങളിലും പറയുന്നത് ലോകർക്കുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ ഗ്രന്ഥമിറക്കിയത് എന്നാണ്. അതുകൊണ്ട് മാധവനോടും സുരേന്ദ്രനോടും ജോസഫിനോടും സാറാമ്മയോടും ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പറയും. നിങ്ങൾ പറയും വെള്ളിയാഴ്ച നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടെന്ന്, മരിച്ചിടത്ത് നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടെന്ന്, മുജാഹിദുകൾ ഓതാറില്ലെന്ന് അറിയണം. 18-ാം അധ്യായം വെള്ളിയാഴ്ച സുന്നത്തായി നമ്മൾ ഓതുന്ന സൂറത്ത് കഹ്ഫിന്റെ 4-ാമത്തെ വചനം എന്താ? ദാരിമി നിങ്ങൾ വായിച്ചു കൊടുക്കാത്തത്? വയുന്ദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ, അല്ലാഹുക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രൈസ്തവരോട് താക്കീത് കൊടുക്കണം. ആര് കൊടുക്കണം? ദാരിമി ഞാനും കൊടുക്കണം, നിങ്ങൾ കൊടുക്കണം. നിങ്ങളത് ചെയ്തില്ല. നിങ്ങളുടെ അയൽപ്പക്കത്ത് മാധവൻ തീയിൽ വീണാൽ, കിണറിൽ വീണാൽ ഓടി നിങ്ങൾ ചെന്ന് കിണറിൽ ചാടി എടുക്കാൻ നിങ്ങൾ സന്നദ്ധത കാണിക്കുന്നു. പക്ഷേ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, സഹാബത്തെ ആ ശബ്ദം കേട്ടോ? സഹാബത്തെ ആ ശബ്ദം കേട്ടോ? അവര് പറഞ്ഞു, ഇല്ല നബിയെ, അതൊരു കല്ലാണ്. നരകത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് 70 കൊല്ലമായി, ചിന്തിക്കണേ, 70 കൊല്ലമായി ആ കല്ല് പുറപ്പെട്ടിട്ട് 70 കൊല്ലത്തോളം താഴോട്ട് വീണ ഒരു കല്ല്. നരകത്തിന്റെ ആഴം എത്രയാണ് സഹോദര? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ്. അതെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്ത് തഹ്രീം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വചനങ്ങളാണ്. 6-ാമത്തെ വചനമാണ്. നരകം ഭയാനകരമാണ്. അതിൽ നിന്ന് സകല മനുഷ്യരെയും രക്ഷപ്പെടുത്തേണ്ട ചുമതല അല്ലാഹ് മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തി പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ എന്താ മോനെ? ദാരിമിയുടെ 1-ാമത്തെ ക്ലിപ്പിട്ടെ. ഇന്നമാ തഖവ്വഫു അലൈക്കും റജുല. മോനെ, പേര് ദാരിമി. ഈ മമ്പാട് സക്കാഫിന് ഹൃദയത്തിൽ കയറ്റി വെക്കല്ലേ.
കഴിഞ്ഞ ഏതോ ദിവസം സമാധാനത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന പരമ്പരാഗതമായി ഇസ്ലാമിക സമൂഹം ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഈ അങ്കടിമുഖർ എന്ന് പറയുന്ന ഈ പ്രദേശം, ഇവിടെ വന്നുകൊണ്ട് പൂർവകാല സാഹോദര്യത്തെയും ഇസ്ലാമിക സമൂഹത്തിന്റെ കെട്ടുറപ്പിനെയും രാജ്യത്തിന്റെ നിലവിലുള്ള സമകാലിക സാഹചര്യത്തെയും ഒന്നും മാനിക്കാതെ അതിശക്തവും കടുകടുത്തതുമായ ആക്ഷേപവും അധിക്ഷേപവും വിമർശനവും ഉന്നയിക്കുന്ന ചില പ്രഭാഷണങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സഹോദര സമുദായങ്ങളെയും കൂടി ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് 1000 വട്ടം അത്തരം പ്രഭാഷകർ ആലോചിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. ഇവിടെ ധാർമി പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഇതര സമുദായത്തെയും കയ്യിലെടുത്ത് ഇവിടെ ഒരുപാട് കാലം ഐക്യത്തിലായിരുന്നു, അവരെ സംഘർഷത്ത് കൊണ്ടുവന്നു. ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ ധാരിമി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് ഭിന്നിപ്പുണ്ടാക്കിയ ആളാണോ? അല്ലേ? നിങ്ങൾ 9-ാം തീയതി, അതായത് നവംബർ 9-ന് നിങ്ങൾ മറുപടി വെക്കണുണ്ട് എന്ന് ഞങ്ങൾ കേട്ടു. ആ മറുപടിയിൽ ഞാൻ ചോദിക്കുന്ന കറക്റ്റ് ചോദ്യം കേട്ട് കോമാളിത്തരം കളിക്കാതെ, മിമിക്രി മോണായിട്ട് കളിക്കാതെ, അവിടെ നിന്ന് ജനങ്ങളെ പൊട്ടരാക്കാതെ കൃത്യമായിട്ട് പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാര് പറഞ്ഞ എന്താ? ഫറഖ്ത ജമാഅതന, ഈ നാട്ടിൽ വന്ന് നീ ഭിന്നിപ്പുണ്ടാക്കി. ഞങ്ങൾ ഐക്യത്തിലായിരുന്നു. ആ ഐക്യത്തിലായ ഞങ്ങളെ ഭിന്നിപ്പിച്ചു. ആര്? മുഹമ്മദ് നബി. നാട്ടുകാരെ കയ്യിലെടുക്കുക. ആ അബൂജഹലിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് വെള്ള ജുബ്ബയും വെള്ളത്തലപ്പാവും വെള്ളത്തുണിയും എടുത്ത ധാരിമി അങ്ങുയർന്നില്ല. കാരണം പൈവടികയിൽ അങ്ങിരുന്നത് സംസ്കാരം, സമ്പന്നത ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പച്ച പുരോഹിതന്റെ കൂടെയാണ്. ഇവിടെയും ഇരുന്നത് അത് തന്നെ. അതുകൊണ്ട് തന്നെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. അങ്ങയുടെ ഒരു ദൗർഭാഗ്യം, എത്ര ഗംഭീരമായ അങ്ങയുടെ പതനം, അത് ഓർക്കുമ്പോ, മുഖ്യ സമസ്യയെ ഓർക്കുമ്പോ എനിക്കൊരു ലജ്ജ തോന്നുകയാണ്. അല്ലേ? മതിലകത്ത് 5 ഹിന്ദുക്കളെ കൊന്നു. ആര്? സുന്നത്തുൽ ഇഹ്സാനിയ ഉസ്താദ് ഉണ്ടാക്കിയത്. ചേകന്നൂരിനെ തട്ടി പിണങ്ങോട് പെരുന്നാൾ ദിവസം തലക്ക് കമ്പിടിച്ച് കയറ്റി കൊന്നു. ഓമശ്ശേരി. നിങ്ങൾ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും വായിപ്പിക്കരുത്, അരുതായ്മകൾ കൊണ്ടുവരരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന് ഞങ്ങളെപ്പറ്റി ഒരെതിരഭിപ്രായമില്ല. എന്താ കാരണം എന്നറിയോ? ഇന്ത്യ സ്വതന്ത്രമായത് നിങ്ങളുടെ പൂർവികരുടെ പ്രവർത്തനം കൊണ്ടല്ല. അവകാശപ്പെടാൻ ഒരു തുണ്ടുമില്ല. ബ്രിട്ടീഷുകാരന്റെ കൂടെ നിൽക്കാനും ബ്രിട്ടീഷുകാരന്റെ വിജയത്തിനും പ്രാർത്ഥിച്ചു ഫത്വ ഇറക്കിയ ഒരുതരം ഇടുങ്ങിയ ഹൃദയത്തിന്റെ ഉടമകളാണ് നിങ്ങൾ. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ ശബ്ദിച്ച് ഒരുപാട് ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം നൽകി KM മൗലവിയെ പോലെ, MCC സഹോദരങ്ങളെ പോലെ, അതുപോലെ വക്കം മൗലവിയെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ, അതുപോലെയുള്ള പണ്ഡിതന്മാർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ പോലെ, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ, മൗലാന അബുൽ കലാം ആസാദിനെ പോലെ അവരുടെ പിന്മുറക്കാരാണ് ഡിപ്പാർട്ട്മെന്റിലെ പോലീസുകാരെ. അവരുടെ പിന്മുറക്കാരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഞങ്ങളുടെ ആദർശമോ ഞങ്ങളുടെ ആശയമോ 100 കൊല്ലം ഇവിടെ നിലനിന്ന നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന് ഒരു തരിമ്പും ഞങ്ങൾക്ക് വ്യത്യാസം വന്നിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വിനീതരായ പോലീസുകാരോട്
ആരെങ്കിലും വടായി കെട്ട് ചാഞ്ഞു പോകുന്ന പ്രവൃത്തം നിങ്ങൾക്കുണ്ടായാൽ നീതി തേടി ഞങ്ങൾക്ക് വരാൻ പിന്നെ എങ്ങനെ സാധിക്കും? ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾക്കൊരു നീതി, അവർക്കൊരു നീതി. അങ്കടി മുഖറിലെ ആ പച്ചയായ പള്ളിയുടെ അടുത്ത റോട്ടിലെ ആ സ്ഥലത്ത് 9-ാം തീയതി ഈ രണ്ട് വിഭാഗവും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്തു നിന്ന് ഞങ്ങൾ ശബ്ദിക്കും. ഞങ്ങളെപ്പോഴും തലവെച്ച് തരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവകാശം ഇവിടുത്തെ ചന്ദനും, ഇവിടുത്തെ സുരേന്ദ്രനും, ഇവിടുത്തെ പറയനും, ഇവിടുത്തെ പൊലയനും, ഇവിടുത്തെ തൈനജാതിക്കാരനും, ഇവിടുത്തെ ദലിതനും, ഇവിടുത്തെ മുജാഹിദുകൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ഒരേ സമയത്ത് രണ്ട് നീതി നടപ്പാക്കുന്ന ഈ അവസ്ഥ മാറിക്കിട്ടുക തന്നെ വേണം എന്നും ഞങ്ങൾ സാന്ദർഭികമായി പറയുന്നു. അതുകൊണ്ട് ആളുകളെ കയ്യിലെടുത്ത് തമ്മിൽ തല്ലിക്കാനുള്ള നിങ്ങളുടെ ശ്രമം അത് യഥാർത്ഥത്തിൽ ഇവിടെ വിലപ്പോകില്ല.